ഇപ്പൊ അവസാനമായിട്ട് നമുക്ക് കണ്ടത് എപ്പോഴാണ് നേരിട്ട് കണ്ടത്? അവസാനമായി കണ്ടത് ഇപ്പൊ കുറച്ചു കാലം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, മദ്രാസിലേക്ക് ആയിരുന്നല്ലോ കളങ്കാവൽ അതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത്. അല്ലല്ല, ഷൂട്ടല്ല, കളങ്കാവലിന്റെ അതിന്റെ ഫോട്ടോ ഫ്രെയിം ഇറങ്ങുന്നുണ്ടല്ലോ, ഫസ്റ്റ് എൻട്രി. അതിൽ മമ്മൂക്കൻ്റെ കൂടെയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ അതിൽ അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവര് മമ്മൂക്കൻ ടീം വർക്ക് എടുത്തിരിക്കുന്ന ഫോട്ടോ അതിൽ ഞാൻ അതിന്റെ ബിഹൈൻഡ് ഷൂട്ടിന്റെ സമയത്ത് എടുത്തിരിക്കുന്നത് അതാണ് ഫസ്റ്റ് എൻട്രി ഫോട്ടോ മമ്മൂക്കൻ്റെ. ആ പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഫോട്ടോ അതാണ് ഫസ്റ്റ് എൻട്രി. അത് ചത്തക്കാട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. മമ്മൂക്കൻ്റെ കൂടെ ഞാനും ഉണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ തന്നെ കൂടെ ഉണ്ടാവുകയും. അപ്പോൾ അത് അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസുകളുണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോ ആയിരുന്നു ഫസ്റ്റ് എൻട്രി. കളങ്കാവിൽ എൻ്റെ അടുത്തൊരു സുഹൃത്താണ് അതിന് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു, കാക്കനാട്. ഒരു 1.5 സിനിമയായിരിക്കും കേട്ടോ. ആ കണ്ടിരുന്നോ? മമ്മൂക്കയുടെ പെർഫോമൻസ് ഒക്കെ എന്തെങ്കിലും കാണാൻ പറ്റിയില്ല. കാരണം അന്നേരം ബ്രേക്ക് ആയിരുന്നു. ജസ്റ്റ് പോയി ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കണ്ടിടത്തോളം അറിഞ്ഞ് കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത് മമ്മൂക്ക നെഗറ്റീവ് എല്ലാം അടിപൊളിയായി ചെയ്യും. അത് വിധേയം നമ്മൾ കണ്ടതാണ്. അതെ അതെ അതെ, അതൊരു വേറൊരു കഴിവാണ്. നമുക്ക് ഭയങ്കര താല്പര്യമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. ഈ ഒരു ഇമേജിന്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അധികം ചെയ്യാത്തതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല താല്പര്യം. അത് നല്ല സെറ്റാക്കി ചെയ്യുകയും ചെയ്യും. നമുക്ക് പലരി മണിക്കുണ്ട്, പഴയ കാല സിനിമേൻ്റെ അടുത്ത് നോക്കിയാൽ മതി. മഹായാനം. അതെ അതെ, എന്ത് സ്റ്റൈലാണ് ശരിക്കും. അന്ന് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക ഇന്ന് അത്ര സംഭവങ്ങളൊന്നുമല്ല. അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ 20 വർഷം മുമ്പുള്ള കഥയാണ് പറഞ്ഞു. അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും നമുക്ക് അത്ര കഥാപാത്രങ്ങളൊന്നുമല്ല. അത്ര നല്ല ഒരു ഇമേജും കാത്തു സൂക്ഷിപ്പും നല്ല കഥാപാത്രങ്ങൾ തേടി എത്തുന്നുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇങ്ങനെ മമ്മൂക്കയുടെ യാത്രകളൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു ഭാഗ്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് യാത്ര ഒന്നും പോയിട്ടില്ല. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് മമ്മൂക്കാണ് ഇത് നടന്നിട്ടുണ്ട്. ദുൽഖറിനായിട്ട് എങ്ങനെ? ദുൽഖർ എന്ന് പറയുന്ന ദുൽഖറിനെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോ? അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. ഏത് സിനിമയായിരുന്നു? സിനിമ ഉണ്ണികൃഷ്ണൻ അല്ല, ഉണ്ണിമുകുന്ദനും ദുൽഖർ അഭിനയിച്ച വിക്രമാദിത്യൻ, ലാൽ ജോസ്. അതിന് ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ട് ദുൽഖറിനോട്. അവിടെ നിന്നാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത് ദുൽഖറായിട്ട്. ആ ഫോട്ടോ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് പക്ഷെ മമ്മൂക്കാൻ്റെ ദുൽഖർ ഒരു വ്യത്യാസമുണ്ട്. ദുൽഖർ ആള് ഒരു സാധു, നല്ലൊരു മനുഷ്യൻ. അതായത് നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കില്ല. ആരടുത്തും ഒരു എന്താ ഒരു ദേഷ്യപ്പെടലോ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്കത് ചെറിയ ദേഷ്യപ്പെടും കേട്ടാ. അതേ പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് എന്തെങ്കിലും അനാവശ്യം എന്തെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ പ്രതികരിക്കും. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് പ്രതികരിക്കും. അത് മമ്മൂക്കൻ്റെ ഇതാണ്. അതാരോടും എന്തെങ്കിലും മോശമായ എന്തെങ്കിലും കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിച്ചു. പക്ഷെ ദുൽഖർ അങ്ങനെയല്ല. ദുൽഖർ ഒരു എന്താ പറയുക, എന്തോ ഒരു ഇതെല്ലാം പ്രത്യേകതയുള്ളൊരു ഒരാളാണ്. ദുൽഖറിന്റെ ഈ ഒരു യാത്ര എങ്ങനെ? സിനിമ യാത്ര കണ്ടിട്ട് ഇപ്പൊ ആദ്യ സിനിമ മുതൽ കാണുന്നതാണ്. ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട് പുള്ളി. ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഒക്കെ അഭിനയത്തിന് വേണ്ടി മമ്മൂക്കാനിപ്പോൾ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഹാർഡ് വർക്ക് കാന്ത എന്ന സിനിമയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു ഇപ്പം വൻ ഹിറ്റായി മാറുന്നത്. ആദ്യം വേറൊരു സിനിമ ഹിറ്റായി മാറി, ഇപ്പോൾ രണ്ടാമത്തെ സിനിമ. അതെന്ന് പറഞ്ഞാൽ പുറം സംസ്ഥാനങ്ങളിലാണ് ദുൽഖറിനിപ്പോൾ ഹിന്ദി ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, അവിടെയുള്ള ആൾക്കാർ ശരിക്കും ദുൽഖർ അതൊരു നല്ലൊരു ഒരു മുഖത്തിനുടമയാണ്. എന്തും ഒരു അങ്ങനെയുണ്ടല്ലോ, ചോക്ലേറ്റ് കഥാപാത്രത്തിനെ പറ്റിയൊരു സംഭവമാണ്. അതൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ ഹാർഡ് വർക്ക്. ഇപ്പം പഴയതുപോലെ അല്ല. ദുൽഖർ അന്ന് അഭിനയിക്കുന്ന കനിയിലേക്ക് അഭിനയിക്കുന്ന പോലെ അല്ല ഇപ്പോൾ, മാറി വേറെ തരത്തിലോട്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കറക്റ്റായി വരുന്നുണ്ട് കാര്യങ്ങൾ. അത് ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലം കിട്ടുന്നുണ്ട് ദുൽഖറിന്.